Makkale, good evening. Good evening. Welcome to Xylem JEEnius Crash program. Yeah, good evening. Good evening. Abhi is there. Akshay is there. Abdul Basit. Yeah, hello Basit. How are you? Smart Sain. Yeah, good evening. Good evening. Yeah. Magnetism and matter. Magnetism and matter. Last time I did magnetism and matter, but this time when I do magnetism and matter, ഒരു ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ റീസെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ ഫേസ് നിങ്ങൾ എഴുതിയല്ലോ ഷിഫ്റ്റ് ഫസ്റ്റ് ഫേസ് എഴുതിയല്ലോ ഫസ്റ്റ് ഫേസിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴാണ് നമ്മൾ ഏത് തരത്തിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവുന്നത്. NCERTയിലെ പല പോയിൻറ്റുകളും എടുത്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. വളരെ ചെറിയ പോയിൻറ്റുകളൊക്കെയാണ് NCERTയിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുന്നത്. സോ ഇവിടെ യെസ് ഗുഡ് ഈവനിങ് ഡെൽഫിന, നിവേദ്, അനു, ഷോവിത്, ഗുഡ് ഈവനിങ്. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ കുറച്ച് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ NCERT ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ തിയറിയൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു മുൻധാരണ എനിക്കുണ്ട്. അതുകൊണ്ടാണ് പല ക്വസ്റ്റ്യനും ഇറലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പോൾ കാണുന്നത് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്, ഇറലവൻ്റ് ആണ്. പക്ഷേ ഇത് NCERTയെ നിങ്ങൾക്ക് ഫെമിലിയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. NCERTയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഇതാണ് പോയിൻ്റ്. ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഷോവിത്, യെസ്, ഹായ്, യെസ്, ഷോവിത്, ഹായ്. അപ്പം പറഞ്ഞത് NCERTയിൽ ഇത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പോയിൻ്റ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാം നിങ്ങൾക്കിത്. കണ്ടോ? മഗ്നീസിയ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് ഈ ഒരു വേർഡ് വന്നത്. വേർഡ് മാഗ്നറ്റ് ഈസ് ഡെറൈവ്ഡ് ഫ്രം ദ നെയിം ഓഫ് ആൻ ഐലൻഡ് ആൻഡ് ദറ്റ് ഐലൻഡ് ഈസ് കോൾഡ് മഗ്നീസിയ. ഇത് എന്തായാലും JEE മെയിൻസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. കാരണം ജനറൽ നോളജ് ഒന്നും അല്ലല്ലോ ഇവർ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ പറയുന്നത് ഇതുപോലെ NCERTയിലെ എല്ലാ പോയിൻറ്റുകളിലും അവിടെ ഇവിടെയും കാണുന്ന സ്പെഷ്യലായ ഐറ്റംസൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ JEE മെയിൻസിൻ്റെ ഫസ്റ്റ് ഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് നിങ്ങൾ കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, so let us just keep on doing some questions like this one. A thin long piece of magnet when suspended freely points in which direction? ഒരു മാഗ്നറ്റ് കെട്ടി തൂക്കിയാൽ അത് പോയിൻ്റ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്? ഇതാണ് ആദ്യത്തെ പോയിൻ്റ്. നിങ്ങൾക്കറിയാം മാഗ്നറ്റ് എപ്പോഴും നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ എർത്തിൻ്റെ കേസിൽ there are two types of north and south. ഏതൊക്കെയാണ്? ഒന്ന് ജിയോഗ്രഫിക് നോർത്തും ജിയോഗ്രഫിക് സൗത്തും ഉണ്ട്. അതിനെ ജോയിൻ ചെയ്യുന്ന ലൈനെയാണ് നിങ്ങൾ ജിയോഗ്രഫിക് ആക്സിസ് എന്ന് പറയുന്നത്. ബട്ട് മാഗ്നറ്റിക് ആക്സിസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. മാഗ്നറ്റിക് ആക്സിസും ജിയോഗ്രഫിക് ആക്സിസും തമ്മിലൊരു ആംഗിൾ NCERTയിൽ പറയുന്നുണ്ട്. ആ ഒരു വാല്യൂ നിങ്ങൾക്കറിയാമോ? ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ആക്സിസ് ആൻഡ് ജിയോഗ്രഫിക് ആക്സിസ്. NCERTയിൽ എവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അറിയാമോ? ഇതൊരു പോയിൻ്റാണ്. അടുത്തത് ഇവിടെ ഒരു പോൾ കാണാം. നോർത്ത് ജിയോഗ്രഫിക്കിൻ്റെ അടുത്തൊരു പോൾ കാണാം, സൗത്ത് ജിയോഗ്രഫിക്കിൻ്റെ അടുത്തൊരു പോൾ കാണാം. ഇത് മാഗ്നറ്റിക് പോളുകളാണ്. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? വാട്ട് ഈസ് ദ പോൾ നിയർ ദ നോർത്ത് ജിയോഗ്രഫിക് പോൾ കോൾഡ്? ഇതറിയാമോ? ഇതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ അറിയാവുന്നതല്ല, ഇത്തരം രീതിയിലാണ് പല ക്വസ്റ്റ്യൻസും വരുന്നത്. someone is calling me. Anyway, ഈ ഒരു പോളിൻ്റെ പേര് നോർത്ത് മാഗ്നറ്റിക് ആണെന്നും ഇത് സൗത്ത് മാഗ്നറ്റിക്. അപ്പം നോർത്ത് ജിയോഗ്രഫിക്കിൻ്റെ അടുത്തുള്ള പോളിൻ്റെ പേരാണ് നോർത്ത് മാഗ്നറ്റിക് പോൾ. പക്ഷേ അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു സൗത്ത് പോൾ പോലെയുമാണ്, ഇതിൻ്റെ സ്വഭാവം ഒരു നോർത്ത് പോൾ പോലെയുമാണ്. അപ്പോൾ പേര് നോർത്താണെങ്കിലും ആളുടെ സ്വഭാവം എന്താണ്? ആളുടെ സ്വഭാവം സൗത്തിൻ്റേതാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണത്. ഓക്കെ, a thin long piece of magnet when suspended freely points in which direction എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് അത് നോർത്ത് മാഗ്നറ്റിക് സൗത്ത് മാഗ്നറ്റിക് ഡയറക്ഷനിലാണ് ഇത് പോയിൻ്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ പോയിൻ്റ് ഇൻ ദ നോർത്ത് അലോങ് മാഗ്നറ്റിക് ഡയറക്ഷൻസ് ആണ്.
along magnetic directions ആണ്. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമുണ്ട്. ഈ നീഡിൽ ഈ ലോങ് മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിങ്ങനെ വെർട്ടിക്കൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. വെർട്ടിക്കൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന ഒരു മാഗ്നറ്റിൻ്റെ പ്രത്യേകത ഇറ്റ് ക്യാൻ ഓസിലേറ്റ് ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആസ് വെൽ എസ് ഇൻ ദ വെർട്ടിക്കൽ പ്ലെയിൻ. അതിന് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ വാൾ ക്ലോക്കിലെ നീഡിൽ നോക്കൂ. വാൾ ക്ലോക്കിലെ നീഡിൽ ഏത് പ്ലെയിനിലാണ് ഓസിലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വാൾ ക്ലോക്കിലെ നീഡിൽസ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ആ വാൾ ക്ലോക്ക് എടുത്ത് ടേബിളിൽ വെച്ചാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഏത് പ്ലെയിനിലാണ്? അത് റൊട്ടേറ്റ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ്. ഇങ്ങനെ 2 ഡിവൈസുകൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. 2 ഡിവൈസ്. Mohammad Shafan gives me answer magnesia. Very good. Okay. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ നീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് ആക്സിന് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം. ഇതിനെ നിങ്ങൾക്ക് 2 ഡിവൈസുകളാക്കി മാറ്റാം. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് ആ ലോങ് പീസ് ഓഫ് മാഗ്നറ്റിനെ അതിനെയാണ് മാഗ്നറ്റിക് നീഡിൽ എന്ന് പറയുന്നത്. ഈ ക്വാളിറ്റി ഈസ് മാഗ്നറ്റിക് നീഡിൽ. ഈ മാഗ്നറ്റിക് നീഡിലിനെ നിങ്ങൾക്ക് 2 ഡിവൈസാക്കി മാറ്റാം. ആ 2 ഡിവൈസിൻ്റെ പിക്ചർ ഞാനിവിടെ കാണിച്ചു തരാം. ഇത് അതിലൊരു ഡിവൈസാണ്. ക്ലിയർ ആയല്ലോ? ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാൾ ക്ലോക്ക് എടുത്ത് നിങ്ങളുടെ ടേബിളിൽ വെച്ചാൽ അതിൻ്റെ നീഡിൽ ഹൊറിസോണ്ടലായിട്ട് നിൽക്കും. അത് ഹൊറിസോണ്ടൽ പ്ലെയിനിലായിരിക്കും വട്ടം കറങ്ങുന്നത്. ആ ഡിവൈസിനെയാണ് മാഗ്നറ്റിക് കോമ്പസ് എന്ന് പറയുന്നത്. സോ വാട്ട് യു സീ ഓൺ ദ ഡയഗ്രാം ഓൺ ദ സ്ക്രീൻ ഈസ് എ മാഗ്നറ്റിക് കോമ്പസ്. അതിൻ്റെ നീഡിൽ കണ്ടില്ലേ, അതിനൊരു നോർത്ത് പോളുണ്ട്, ഒരു സൗത്ത് പോളുണ്ട്. അതിലൊരു റെഡ് കളർ കാണാം ഒരു സൈഡിൽ. ആ സൈഡിൽ റെഡ് കളറില്ലേ, അതാണ് അതിൻ്റെ നോർത്ത്. അപ്പം നിങ്ങളിത് എവിടെയെങ്കിലും സ്ഥലത്ത് വെച്ചാൽ അത് നോർത്തിലേക്ക് കാണിക്കും, സൗത്ത്. അങ്ങനെ നോർത്ത് സൗത്ത് മാഗ്നറ്റിക് ഡയറക്ഷനാണ് ഇത് കാണിക്കുക. അത് ജിയോഗ്രഫിക് ഡയറക്ഷൻ അല്ല കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്ഥലത്ത് ജിയോഗ്രഫിക് ഡയറക്ഷൻ അല്ല ഇത് കാണിക്കുന്നത്, അത് മാഗ്നറ്റിക് ഡയറക്ഷനാണ് കാണിക്കുന്നത്. ബട്ട് ഇന്ത്യയിൽ ഇത് വലിയ വ്യത്യാസം കാണിക്കില്ല. ഇന്ത്യയിൽ നോർത്ത് ഇത് കാണിക്കുന്ന ഡയറക്ഷൻ തന്നെയായിരിക്കും നിങ്ങളുടെ നോർത്ത് ജിയോഗ്രഫിക് ഡയറക്ഷൻ ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ഒരു വ്യത്യാസമില്ല. പക്ഷേ പല സ്ഥലത്ത് ഇത് ഡിഫറൻ്റ് ആയിരിക്കും. ഇനി അതിൻ്റെ അടുത്ത സാധനം ഇതാണ്. സെയിം നീഡിലാണ്, പക്ഷേ ഇപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുന്നത് ഏത് പ്ലെയിനിലാണ്? വെർട്ടിക്കൽ പ്ലെയിനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് നീഡിനെയാണ് ഡിപ്പ് സർക്കിൾ എന്ന് പറയുന്നത്. ഡിപ്പ് സർക്കിൾ എന്നുള്ള വാക്ക് NCERTയിൽ എവിടെയുള്ളതെന്ന് അറിയാമോ? ഡിപ്പ് സർക്കിൾ എന്നൊരു വാക്ക് NCERTയിൽ എവിടെയാണുള്ളത്? NCERTയിൽ ഇല്ല എന്ന് പറയരുത്, NCERTയിൽ അത് ഉണ്ടല്ലോ. ബട്ട് എവിടെയാണ്? ടെക്സ്റ്റ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ഉടനെ തന്നെ എടുത്ത് മറിച്ച് നോക്കിക്കോ. ഡിപ്പ് സർക്കിൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ കണ്ടുപിടിക്കണം. ഡിപ്പ് സർക്കിൾ എന്നുള്ള പേര് ഇതിപ്പം രാജൻ സാർ ചുമ്മാ വന്ന് തള്ളി പറയുന്നതാണോ അത് ആക്ച്വലി NCERTയിലുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് എ മാഗ്നറ്റ് ഫോം ഡാഷ് ലൂപ്സ്. ഒരു മാഗ്നറ്റ് ഇത് ഇങ്ങനെ വയ്ക്കുന്നു. ഇതിന് നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ട്. ഇതിൽ നിന്ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു. അത് നോർത്ത് ടു സൗത്ത് അവസാനിക്കുമോ അതോ അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമോ? ഇതിങ്ങനെ പുറത്ത് വന്നാൽ പോരാ, അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്തായിട്ടായിരിക്കും അതുണ്ടാവുക ഇങ്ങനെ. സോ ഇത് എന്ത് തരം ലൂപ്പുകളാണെന്നറിയാമോ? ക്ലോസ്ഡ് ലൂപ്പുകളാണ്. ഇത് ഔട്ട്സൈഡിൽ നോർത്ത് ടു സൗത്ത് ആയിരിക്കും, പക്ഷേ ഇൻസൈഡിൽ ഇത് സൗത്ത് ടു നോർത്ത് ആയിരിക്കും. സോ ദേ ഫോം ക്ലോസ്ഡ് ലൂപ്സ്. ഇലക്ട്രിക് ഫീൽഡ് ലൈനും ഇതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ. സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാക്കില്ല. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്തുണ്ടാക്കുന്നു? ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടാക്കുന്നു. മാഗ്നറ്റിക് ഡാഷ് ഡു നോട്ട് എക്സിസ്റ്റ്. ഈ മാഗ്നറ്റിക് ഡാഷ് ഡു നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണേലും മാഗ്നറ്റിക് പിസ്സ ഡു നോട്ട് എക്സിസ്റ്റ് എന്ന് എഴുതാം. അങ്ങനെ ഇല്ലല്ലോ. മാഗ്നറ്റിക് പിസ്സ ഉണ്ടോ? ഇല്ലല്ലോ. മാഗ്നറ്റിക് പിസ്സ ഇല്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിക് പിസ്സയെക്കുറിച്ചല്ല, മാഗ്നറ്റിക് മോണോപോൾസ് എന്നാണ്. മാഗ്നറ്റിക് മോണോപോളുകളില്ല. ഏതൊരു മാഗ്നറ്റിനെയും നോർത്ത് പോൾ സൗത്ത് പോളുള്ളതിനെ രണ്ടായിട്ട് ബ്രേക്ക് ചെയ്താൽ ബോത്ത് ഓഫ് ദം വിൽ ഹാവ് 2 പോൾസ്. ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി അറിയുന്നൊരു പോയിൻ്റാണ്. When a magnetic needle is placed perpendicular to uniform external magnetic field, its potential energy is. ഒരു മാഗ്നറ്റിന് മൊമെൻ്റ് ഉണ്ട്, മാഗ്നറ്റിക് മൊമെൻറ്റ്.
മാഗ്നറ്റിക് മൊമെൻ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് വെച്ചാൽ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകും. ആ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനാണ് എം ഡോട്ട് ബി, നെഗറ്റീവ് എം ഡോട്ട് ബി. ഇതാണ് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റ് വെച്ചിരിക്കുന്നത്. സോ നോർത്ത് പോൾ ഇവിടെ, സൗത്ത് പോൾ ഇവിടെ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കാണ്. So you can see that angle between the two vector here equal to 90 degree. So U must be equal to minus MB cos 90 equal to 0. ഇത് 0 potential energy position ആണ്. അപ്പം നാച്ചുറലി ചോദിക്കാം, തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി വരയ്ക്കാൻ അറിയാമോ, എനർജി എത്രയായിരിക്കും? തീറ്റ 0 ആണെങ്കിൽ ആൻസർ മൈനസ് എം ബി ആണ്. തീറ്റ ഈക്വൽ ടു 180 ആണെങ്കിൽ ആൻസർ പ്ലസ് എം ബി ആണ്. ഇതിലൊന്നിനെ സ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്നും മറ്റേതിനെ അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് പറയുന്നു. ഇത് ആദ്യം കാണിച്ച 0 ആണ് സ്റ്റേബിൾ ഈക്വിലിബ്രിയം, രണ്ടാമത് കാണിച്ചത് അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം. സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ. മക്കളെ മനസ്സിലാവുന്നില്ലേ? സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് അനലോഗ് ഓഫ് mu 0 ഈസ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വാക്വത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ പെർമിയബിലിറ്റി ഓഫ് വാക്വമാണ് പറയുന്നത്. mu 0ക്ക് ഈക്വലൻ്റ് ആയ ആളുടെ പേരാണ് എപ്സിലോൺ 0. എപ്സിലോൺ 0. ഓക്കെ, പോൾ നിയർ ജോഗ്രഫിക് നോർത്ത് പോൾ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ്. കണ്ടോ, നേരത്തെ ചോദിച്ചതാണ് എർത്തിൻ്റെ ജോഗ്രഫിക് പോളിൻ്റെ അടുത്തുള്ള പോളിൻ്റെ പേരെന്താണ്? നേരത്തെ വരച്ചത് ഓർമ്മയുണ്ടോ? നോർത്ത് ജോഗ്രഫിക് പോളിൻ്റെ അടുത്തുള്ള പോൾ, നോർത്ത് ജോഗ്രഫിക് പോളിൻ്റെ അടുത്തുള്ളത് നോർത്ത് മാഗ്നറ്റിക് പോളാണ്. ഇറ്റ് ഈസ് ദ നോർത്ത് മാഗ്നറ്റിക് പോൾ. ഇതൊക്കെ മിസ്റ്റേക്ക് വരുന്നതാണ്. സത്യപ്രിയ, ഡെൽഫിന എപ്സിലോൺ 0, സത്യപ്രിയ യെസ്, കറക്റ്റ്. ഇപ്പോഴാണ് ഞാൻ നിങ്ങളുടെ ചാറ്റ് എനിക്ക് കിട്ടുന്നത് കേട്ടോ, ഇതുവരെ തന്നെ കിട്ടിയിരുന്നില്ല. എനിവേ, ഡിക്ലിനേഷൻ ഈസ് ഗ്രേറ്റർ അറ്റ് ഹയർ ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്മോളർ നിയർ ദ. എൻ സി ആർ ടിയിൽ ഡിക്ലിനേഷൻ എന്താണ്? വാട്ട് ഈസ് ഡിക്ലിനേഷൻ? ഡിക്ലിനേഷൻ എന്താ? വാട്ട് ഈസ് ഡിക്ലിനേഷൻ? മക്കളെ, ഡിപ്പ് സർക്കിൾ കിട്ടിയോ? ഡിഡ് യു ഗെറ്റ് ഡിപ്പ് സർക്കിൾ? എൻ സി ആർ ടിയിൽ ഡിപ്പ് സർക്കിൾ കിട്ടിയോ? എൻ സി ആർ ടിയിൽ ഡിപ്പ് സർക്കിൾ കിട്ടിയോ? എവിടെയെങ്കിലും കണ്ടോ ഡിപ്പ് സർക്കിൾ? കണ്ടില്ല. സത്യപ്രിയ, ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട് വേർ ഈസ് ഡിപ്പ് സർക്കിൾ ഇൻ എൻ സി ആർ ടി. ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് മാഗ്നറ്റ് നോക്കൂ, ഇതൊരു മാഗ്നറ്റിക് കോമ്പസ് ആണ്. ദിസ് ഇസ് ദ മാഗ്നറ്റിക് കോമ്പസ് ആൻഡ് ദിസ് ഇസ് പോയിൻറ്റിംഗ് ടു വിച്ച് പോൾ? നോർത്ത് മാഗ്നറ്റിക് പോൾ. ആൻഡ് അസ്യൂം ദാറ്റ് ദ നോർത്ത് ജോഗ്രഫിക് പോൾ ഈസ് സംവെയർ there in this direction, then this angle is called declination angle, theta. That is called the declination angle. Okay, I'll come to declination a little later. Okay, ഇത് ഒന്ന് തീർന്നോട്ടെ. 10th one, dash is the angle that the total magnetic field of the earth makes with the surface of the earth. ഇവിടെ നോക്കണം, എർത്തിൻ്റെ കേസിൽ ശ്രദ്ധിക്കുക, ഇത് എർത്താണെന്ന് വിചാരിക്കുക. ഇത് എർത്താണ്, ഇത് എർത്തിൻ്റെ നോർത്ത് മാഗ്നറ്റിക് പോളാണ്, ഇത് സൗത്ത് മാഗ്നറ്റിക് പോളാണെന്ന് വിചാരിച്ചു. എർത്തിനെ 2 ഹെമിസ്ഫിയറായിട്ട് വിചാരിക്കാം, നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും. ഇഫ് യു സ്റ്റാൻഡ് അറ്റ് ദ നോർത്ത് മാഗ്നറ്റിക് പോൾ, നിങ്ങൾ നോർത്ത് മാഗ്നറ്റിക് പോളിൽ ഇങ്ങനെ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. അതുപോലെ നിങ്ങൾ സൗത്തിൽ പോയി നിന്നാൽ ഇങ്ങനെയല്ലേ നിൽക്കേണ്ടി വരിക? നേരെ തലകുത്തനായിരിക്കുമല്ലോ. ഇക്വേറ്ററിൽ ഇങ്ങനെയാണെങ്കിൽ ഇത് ഇവിടെ ആയിരിക്കും നിൽക്കേണ്ടി വരിക, ഇവിടെയാണെങ്കിൽ ഇങ്ങനെയാണ് നിൽക്കേണ്ടി വരിക. ഇങ്ങനെയാണ് നമ്മൾ എർത്തിൽ നിൽക്കേണ്ടത്. ക്ലിയർ അല്ലേ?
എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വരയ്ക്കാം. എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അപ്രോക്സിമേറ്റ്ലി ഇങ്ങനൊരു മാഗ്നറ്റ് വരയ്ക്കാം ഈ എർത്തിൻ്റെ ഉള്ളിൽ. അതിൻ്റെ നോർത്ത് പോൾ എവിടെ വരയ്ക്കേണ്ടത്? സൗത്ത് മാഗ്നറ്റിക് എന്ന് എഴുതിയ ഇവിടെ വേണം അതിൻ്റെ നോർത്ത് വരയ്ക്കാൻ. സോ നോർത്ത് ഇവിടെ വരയ്ക്കണം, സൗത്ത് ഇവിടെ വരയ്ക്കണം. ഇനി ഫീൽഡ് ലൈൻസ് എങ്ങനെ വരയ്ക്കാം? നോർത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ. മുകളിൽ ഇങ്ങനെ എൻ്റർ ചെയ്യണം. സോ ഇൻവേർഡ് ഇങ്ങനെ. ക്ലിയർ അല്ലേ? ഇനി ഇത്തരം ഫീൽഡ് ലൈൻ നമ്മൾ വരച്ചാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും ഫീൽഡ് ലൈൻ നമ്മൾ വരയ്ക്കേണ്ടത്. ഇങ്ങനെ. ഇതൊരു പ്രാവശ്യം സ്വന്തമായിട്ടൊന്ന് വരച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടും. സോറി, ദർ ഈസ് എ ടെക്നിക്കൽ ഇഷ്യൂ. എന്തായാലും ഇങ്ങനെ വരയ്ക്കുക. ഇപ്പോൾ നോക്കണം, ഇവിടെ പേഴ്സൺ എ എന്നുള്ള ആളോട് ചോദിക്കുക വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. അയാൾ പറയുന്നു അത് വെർട്ടിക്കലി ഡൗൺവേർഡാണ്, ഉള്ളിലേക്കാണ്, എർത്തിൻ്റെ ഉള്ളിലേക്കാണ്. നോർത്ത് പോളിൽ അത് ഡൗൺവേർഡാണ്. ഇനി പേഴ്സൺ ബിയോട് ചോദിക്കൂ, അയാൾ പറയും അത് അയാളുടെ ബോഡിക്ക് നോക്കുക, അയാളുടെ ഫൂട്ടിൽ നിന്ന് അയാളുടെ ഹെഡിലേക്കാണ് പോകുന്നത്, അപ്പോൾ അത് അപ്വേർഡാന്ന് പറയും. പേഴ്സൺ സിയോട് ചോദിക്കൂ, അപ്പോൾ അയാൾ പറയും അയാളുടെ ചെസ്റ്റിന് പാരലായിട്ടാണ് പോകുന്നത്, ഗ്രൗണ്ടിന് പാരലാണെന്ന് പറയും. സോ ഇവിടെ പേഴ്സൺ ഡി ആൻഡ് പേഴ്സൺ സി പാരലായിട്ട് ഫീൽ ചെയ്യും. എക്ക് അത് വെർട്ടിക്കലി ഡൗൺവേർഡാണ്, ബിക്ക് അത് വെർട്ടിക്കലി അപ്വേർഡാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഇവിടെ ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കാം. അയാൾ നിൽക്കുമ്പം അയാളെ സംബന്ധിച്ച ഫീൽഡ് ഹൊറിസോണ്ടൽ അല്ല, വെർട്ടിക്കൽ അല്ല, ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. ഈ ഒരു പോയിന്റ് ക്ലിയർ ആയല്ലോ? ദാറ്റ് മീൻസ് ഇഫ് യു ടേക്ക് എനി പ്ലേസ് ഓൺ എർത്ത്, ഇപ്പോൾ എർത്തിന് ഇങ്ങനെ ഒരു സ്ഥലം എടുത്താൽ ഒരാളിവിടെ നിന്നാൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അയാളെ സംബന്ധിച്ച് ഫീൽഡ് ഇത് ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാകാം. ഇതാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ആവില്ലേ? ഈ ആംഗിൾ കാണിച്ചിരുന്ന ഡിവൈസാണ് നമ്മുടെ ഡിപ്പ് സർക്കിൾ. അപ്പോൾ ഈ പിക്ചറിൽ തന്നെ കാണാം, നീഡിൽ ഇങ്ങനെ ചെരിഞ്ഞായിരിക്കുന്ന ഹൊറിസോണ്ടലായിട്ട് ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ആംഗിളിൻ്റെ പേരാണ് ഇൻക്ലിനേഷൻ. സോ ദിസ് ഇസ് ഇൻക്ലിനേഷൻ. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഡിപ്പ് ആംഗിൾ, ഒരു ആംഗിൾ ഓഫ് ഡിപ്പ്. Dash is the angle that the total magnetic field of earth makes with the surface of the earth. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് എർത്തിൻ്റെ സർഫസ് ആണ്, ഇത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിപ്പ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലിൽ മെഷർ ചെയ്യുന്ന ഒരു ആംഗിളും ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലിൽ മെഷർ ചെയ്യുന്ന ഒരു ആംഗിളുമാണ്. മാഗ്നറ്റൈസേഷൻ ഓഫ് എ സാമ്പിൾ ഈസ് ഡിഫൈൻഡ് ആസ് ഡാഷ് പെർ യൂണിറ്റ് വോളിയം. മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയമാണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി, ഈ സസെപ്റ്റബിലിറ്റിക്ക് ഒന്ന് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സസെപ്റ്റബിൾ എന്ന് വെച്ചാൽ ബാധിക്കപ്പെടുക എന്നാണ് അർത്ഥം. സസെപ്റ്റബിലിറ്റി മീൻസ് ഗെറ്റിംഗ് എഫക്റ്റഡ്. എന്തെങ്കിലും ഒരു സാധനം നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് യു ആർ സസെപ്റ്റബിൾ. ഇപ്പം ഐ ആം സസെപ്റ്റബിൾ ടു കൊറോണ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊറോണ പെട്ടെന്ന് വരുന്നൊരു മീനിങ് അതിനുണ്ട്. അപ്പം മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ്. മാഗ്നറ്റൈസ് ചെയ്യപ്പെടാനുള്ള കഴിവിനെയാണ് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഏത് ക്വസ്റ്റ്യനാണ് മിസ് ചെയ്തത്? സോറി ഐ മിസ്ഡ് വൺ ക്വസ്റ്റ്യൻ. ഐ എം സോറി. ഐ എം കമ്മിങ് ബാക്ക്. എന്തായാലും അതങ്ങ് ചെയ്ത് തീർത്തേക്കാം. ദ വെർട്ടിക്കൽ പ്ലെയിൻ കണ്ടെയ്നിങ് ദ ലോഞ്ചിറ്റ്യൂഡ് സർക്കിൾ ആൻഡ് ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ഈസ് കോൾഡ്. മക്കളെ, ഇതാണ് എർത്ത്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പഠിച്ചിട്ടുണ്ടാവില്ലേ? ഇതാണ് ഇക്വേറ്റർ. ഇങ്ങനെ വരയ്ക്കുന്ന ലൈനാണ് ലോഞ്ചിറ്റ്യൂഡ്. അതിലൂടെ എർത്തിനെ രണ്ടായിട്ട് ഇങ്ങനെ മുറിക്കാം. ലൈക്ക് ഒരു വാട്ടർ മെലൺ കട്ട് ചെയ്യുന്ന പോലെ രണ്ടായിട്ട് മുറിക്കാം. അപ്പോൾ ഈ ഒരു ലൈൻ ആ ഒരു ലോഞ്ചിറ്റ്യൂഡ് സർക്കിളിലൂടെ പോയിട്ട് ആക്സിസിലൂടെ പോയിട്ട് എർത്തിനെ രണ്ടാക്കും. ആ പ്ലെയിനിൻ്റെ പേരാണ്. ഇനി ആക്സിസ് ഓഫ് റൊട്ടേഷനിലൂടെ അല്ലേ അത് പോകുന്നത്? അതാണല്ലോ ജിയോഗ്രഫിക് ആക്സിസ് എന്ന് പറയുന്നത്. ആ പ്ലെയിനിൻ്റെ പേരാണ് ജിയോഗ്രാഫിക് മെറിഡിയൻ.
അപ്പോൾ ജോഗ്രഫിക് മെറീഡിയൻ എർത്തിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുന്ന ഒരു പ്ലെയിനാണ്. അത് ആക്സിസിലൂടെ ജോഗ്രഫിക് ആക്സിലൂടെ പാസ് ചെയ്യുന്നു. ഇതേപോലെ മാഗ്നറ്റിക് ആക്സിലൂടെ പാസ് ചെയ്യുന്ന ആ പ്ലെയിനിൻ്റെ പേരാണ് മാഗ്നറ്റിക് മെറീഡിയൻ. ഇറ്റ്സ് കോൾഡ് മാഗ്നറ്റിക് മെറീഡിയൻ. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ്സ് ഓക്കെ. തിരിച്ചു വരാം. മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ ഇത് മെറ്റീരിയൽ പെട്ടെന്ന് മാഗ്നറ്റൈസ് ആകുമെങ്കിൽ അതിന് നല്ല സസെപ്റ്റബിലിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഇനി ഒരു മാഗ്നറ്റിൻ്റെ അടുത്ത് മെറ്റീരിയൽസ് വെക്കുമ്പം കാണുന്ന 3 ഡിഫറെൻറ്റ് ഫിനോമിനൻസ് പറയാം. ഒന്ന്, സർട്ടൺ മാഗ്നറ്റ്സ്. നോക്കൂ, ഇങ്ങനെ ഒരു മാഗ്നറ്റ് വെച്ചു. ഇത് മാഗ്നറ്റിൻ്റെ നോർത്ത് പോളാണ്, സൗത്ത് പോളാണ്. ചില മെറ്റീരിയൽസിൽ മാഗ്നറ്റിൻ്റെ സൗത്തിൻ്റെ അടുത്ത് ഒരു നോർത്തും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സൗത്തും ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന മെറ്റീരിയൽ നോക്ക്. ഇപ്പോൾ ഇവിടെ സൗത്ത് വെച്ച് കൊടുത്തപ്പോൾ അവിടെ നോർത്തല്ലേ ഉണ്ട്, അട്രാക്ഷൻ നടക്കും. സോ ദർ വിൽ ബി ആൻ അട്രാക്ഷൻ ഹിയർ. ഈ അട്രാക്ഷൻ സ്ട്രോങ് ആയ അട്രാക്ഷൻ ആണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെറോ മാഗ്നറ്റിക്. ഈ അട്രാക്ഷൻ വീക്ക് ആണെങ്കിൽ വിളിക്കുന്ന പേരാണ് പാരാമാഗ്നറ്റിക്. ബട്ട് ഇൻ സർട്ടൺ സിറ്റുവേഷൻസ് സംതിങ് എൽസ് വിൽ ടേക്ക് പ്ലേസ്. നോക്കൂ, ഇതെൻ്റെ മാഗ്നറ്റാണ്. ഇവിടെ ഞാനൊരു മെറ്റീരിയൽ കൊണ്ടുവയ്ക്കുന്നു. ഉടനെ മെറ്റീരിയലിൽ സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ടാകുന്നു. ആ പൊളാരിറ്റി കണ്ടില്ലേ? സൗത്ത് പോളും നോർത്ത് പോളും ഉണ്ടാകുന്നു. ഇതിനെന്താ സംഭവിക്കുന്നത്? ഇത് റിപ്പൽഷൻ ആയിരിക്കും. ഈ മെറ്റീരിയലിൻ്റെ പേരാണ് ഡയാമാഗ്നറ്റിക്. ഇനി മക്കളൊന്ന് ശ്രദ്ധിക്കണേ. എൻ്റെ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ഇതാണല്ലോ. എൻ്റെ മാഗ്നറ്റിൻ്റെ ഫീൽഡ് അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണല്ലോ മാഗ്നറ്റിൻ്റെ ഫീൽഡ്. നോർത്ത് പോളാണ്. ആരോ മാർക്ക് തിരിച്ച് ഇങ്ങനെയാണല്ലോ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ഉണ്ടാകുന്നത്. എൻ്റെ മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻ അങ്ങനെയാണോ ഉണ്ടാകുന്നത്? ഇനി നിങ്ങളുടെ ആ മെറ്റീരിയലിൻ്റെ അകത്ത് നോർത്ത് പോൾ സൗത്ത് പോൾ ഉണ്ടായല്ലോ. അപ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടായി. ആ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ നോക്കി ഇങ്ങനെയല്ലേ. അപ്പം ഇൻഡ്യൂസ്ഡ് മൊമെൻറ്റിൻ്റെ ഡയറക്ഷനും എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ ഡയറക്ഷനും സെയിം ആകുന്നതാണ് ഫെറോയും പാരായും. പക്ഷേ ഡയയുടെ കേസ് നോക്ക്. എക്സ്റ്റേണൽ ഫീൽഡ് ഇതാ ഇങ്ങനെ ഇങ്ങോട്ടാണ്. ഡൈപോൾ മൊമെൻ്റ് അതിന് ഓപ്പോസിറ്റാണ്. അപ്പം ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് എക്സ്റ്റേണൽ ഫീൽഡിന് ഓപ്പോസിറ്റ് ആവുന്നതാണ് ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ക്ലിയർ അല്ലേ? ഈ ഓപ്പോസിറ്റ് ഫീച്ചർ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ സസെപ്റ്റബിലിറ്റി എന്നുള്ള മെറ്റീരിയൽ ഫെറോയും പാരയുമാണെങ്കിൽ സസെപ്റ്റബിലിറ്റി പോസിറ്റീവ് വാല്യൂ ആയിട്ടും ഡയ ആണെങ്കിൽ സസെപ്റ്റബിലിറ്റി നെഗറ്റീവായിട്ട് എടുക്കുന്ന ഈ ഒരു ഓപ്പോസിറ്റ് ബിഹേവിയർ കാണിക്കാനാണ്. ഇനി ഫെറോ ആൻഡ് പാര എന്താ വ്യത്യാസം? പോസിറ്റീവ് ആൻഡ് ലാർജ് സസെപ്റ്റബിലിറ്റിയാണ് ഫെറോ, പോസിറ്റീവ് ആൻഡ് സ്മോൾ സസെപ്റ്റബിലിറ്റിയാണ് പാര, നെഗറ്റീവ് ആൻഡ് സ്മോൾ ആണ് ഡയാമാഗ്നറ്റിക്. ചോദ്യം, മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഈസ് സ്മോൾ ആൻഡ് പോസിറ്റീവ് മെറ്റീരിയൽ ഈസ്, ഒരു സംശയവും വേണ്ട, അത് പാരാമാഗ്നറ്റിക് മെറ്റീരിയലാണ്. ഇറ്റ്സ് എ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓക്കെ, ആർ യു ഗൈസ് ഹാപ്പി? മനസ്സിലാവുന്നുണ്ടോ? ഇൻസ്ട്രുമെൻ്റ് യൂസ്ഡ് ഫോർ ട്രൂ ഡിപ്പ്, ഡെൽഫിന. ഞാൻ ചോദിച്ചത് ഈ ഡിപ്പ് സർക്കിൾ എന്നുള്ള വാക്ക് NCERT എവിടെയാണുള്ളതെന്നാണ്. ആരും ഇതുവരെ ആൻസർ ചെയ്തില്ല. ഷോവിത്ത്, NCERT എവിടെയാണ് ഡിപ്പ് സർക്കിൾ എന്നുള്ള വാക്കുള്ളത്? ഞാനിത് ചോദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? JEE മെയിൻസിന് ഇപ്പോൾ കഴിഞ്ഞ ഫേസിൻ്റെ അത്യാവശ്യം വേണ്ടത് NCERT ഫെമിലിയറിറ്റി, വേറെ ഒന്നും വേണ്ട. റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഈസ് അനലോഗ് ഓഫ് ഡാഷ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. റിലേറ്റീവ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റിയെ വാക്വത്തിൻ്റെ പെർമിയബിലിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ഡയമെൻഷൻലെസ് ആയ ഒരു നമ്പർ. ഇതുപോലെ മെറ്റീരിയലിൻ്റെ പെർമിറ്റിവിറ്റിയെ വാക്വത്തിൻ്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് എപ്സിലോൺ ആർ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. മാഗ്നറ്റിക് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണെങ്കിൽ ഇലക്ട്രിക്കൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഓക്കെ. Diamagnetic substance has tendency to move from dash to dash part of the external non-uniform magnetic field. बहुत आसान है. ഇത് നോക്കൂ, ഇതൊരു മാഗ്നറ്റാണ്. ഇതിൻ്റെ സൗത്ത് പോൾ ഇവിടെയാണെന്നും നോർത്ത് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇനി ഇങ്ങനെ ലൈൻസ് ഇങ്ങനെയാണല്ലോ പോകുന്നുണ്ടാവുക.
കറക്റ്റ് അങ്ങനെയല്ല, ഒരു ലൈൻ സ്ട്രെയിറ്റ് ഇങ്ങനെ പോകും, ബാക്കിയൊക്കെ കർവ്ഡ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ യൂണിഫോം ഫീൽഡ്. ഇങ്ങനെയല്ലേ പോകുന്നത്. ഇനി ടേക്ക് എ പോയിൻറ്റ് എ ഹിയർ, ടേക്ക് എ പോയിൻറ്റ് ബി ഹിയർ. ഏത് പോയിൻ്റാണ് സ്ട്രോങ്ങർ ഫീൽഡിലുള്ളതെന്ന് പറയാൻ പറ്റില്ലേ? ലൈൻസ് നോക്കിയാൽ പോരെ. യു സീ ദാറ്റ് എ ഈസ് സ്ട്രോങ്ങർ ദാൻ ബി. എ ഈസ് സ്ട്രോങ്ങർ ദാൻ ബി. If you place a diamagnetic material here, ഇവിടെ ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് എന്തായിരിക്കും സംഭവിക്കുന്നത്? It will experience a repulsion. It experience a repulsion and that will move from this place to that place. So from stronger region to the weaker region. So diamagnetic substance moves from stronger, ആദ്യത്തെ പോയിന്റ് stronger ആണ്, to weaker part ആണ്. NCERT സ്റ്റേറ്റ്മെൻ്റ് ആണ്. stronger part to weaker part. Okay, that's how it moves. നേരെ മറിച്ച് അത് പാരയോ ഫെറോ ആണെങ്കിലോ it will move from weaker regions to the stronger regions. Okay. In a diamagnetic substance, resultant magnetic moment in an atom is. പറയട്ടെ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ പ്രത്യേകത, ഒരു ആറ്റത്തിൽ, സി ഇഫ് ദിസ് ഇസ് ആൻ ആറ്റം with a nucleus and electron is spinning around it, moving around it, that is like a current, that is got a magnetism. അതിനൊരു ഒരു magnetic moment ഉണ്ട്, and that magnetic moment is given by EVR by 2. The magnetic moment is EVR by 2. E is the charge, V is the speed, R is the radius 2. In diamagnetic material, each atom will have zero magnetic moment. Net magnetic moment will become 0. Suppose there is a material with a non-zero moment. ഇത് non-zero moment ആണെങ്കിൽ അത് എന്തായിരിക്കണം? Non-zero moment ആണെങ്കിൽ it should be either ferro or para. Dia ആണെങ്കിൽ net magnetic moment of each atom must be what? It should be 0. Okay. അപ്പോൾ വ്യത്യാസം ഇതാണ്. ഫെറോ ആണെങ്കിൽ ഇത് non-zero ആണ്, പാര ആണെങ്കിൽ non-zero ആണ്. 0 ആവുന്നത് എവിടെയാണ്? ഡയാമാഗ്നറ്റിക്. അപ്പോൾ ഒരു സംശയമുണ്ട്, ഫെറോയും പാരയും പിന്നെ എന്താ വ്യത്യാസം? രണ്ടും ഒരുപോലെയാണല്ലോ. കുറച്ച് കഴിഞ്ഞ് കാണാം. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഹാവ് എ ടെൻഡൻസി ടു മൂവ് ഫ്രം ഡാഷ് ടു ഡാഷ് പാർട്ട് ഓഫ് ദ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പാരാമാഗ്നറ്റിക് അട്രാക്ഷൻ ആണ്. അട്രാക്ഷൻ ആണെങ്കിൽ അത് വീക്ക് പോയിന്റിൽ നിന്ന് സ്ട്രോങ് പോയിന്റിലേക്ക്, ഫ്രം വീക്ക് ടു സ്ട്രോങ്, ഫ്രം വീക്ക് ടു സ്ട്രോങ്. Okay. Aluminium, sodium, calcium and oxygen all are examples of dash substance. ഒരാൾ എന്നോട് JEE ഫിസിക്സ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ട്. JEE ഫിസിക്സ് തന്നെയാണ് ചെയ്യുന്നത്. ഇത് വന്നാൽ എന്തായിരിക്കും ആൻസർ? അലൂമിനിയം, സോഡിയം, കാൽഷ്യം ആൻഡ് ഓക്സിജൻ ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് സബ്സ്റ്റൻസസ്. ഇത് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നാറ്റ്സോ, ക്യാൻ യു പ്ലീസ് ആൻസർ ദിസ് ക്വസ്റ്റ്യൻ? Aluminum, sodium, calcium and oxygen all are examples of what kind of a substance? ചോദിക്കാം. NCERT എടുത്ത് നോക്കുക. അലൂമിനിയം, സോഡിയം, കാൽഷ്യം ഒക്കെ ഏത് തരം മെറ്റീരിയലാണെന്ന് കാണാം. NCERTയിൽ എൻഡിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, മസ്റ്റായിട്ട് വായിക്കണം. ഈ പോയിന്റുകളൊക്കെയാണ് NCERTയിൽ ഈ നമ്മുടെ JEE മെയിൻസിന് ഇപ്പം റീസെൻ്റായിട്ട് ചോദിച്ചിരിക്കുന്നത്. എൻഡിൽ നിങ്ങൾക്ക് കാണാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് കാണാം. കണ്ടോ? ബിസ്മത്ത്, കോപ്പർ, ലെഡ്, സിലിക്കൺ, നൈട്രജൻ, വാട്ടർ, സോഡിയം എല്ലാം ഡയാമാഗ്നറ്റിസമാണ്. സം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ക്യാൻ റീഡ് ദറ്റ് അലൂമിനിയം, സോഡിയം, കാൽഷ്യം. ഇതാണ്. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകൾ NCERTയിലുള്ളത് കൊണ്ട് ഇത് മസ്റ്റായിട്ട് വായിച്ചിരിക്കണം. സോ വാട്ട് ആർ ദീസ്? ദീസ് ആർ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. Substances which at room temperature retain their ferromagnetic property for a long period. NCERTയിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്? ദീസ് ആർ നോൺ ആസ് ലോങ് ടൈമിൽ ആ പ്രോപ്പർട്ടീസ് കീപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. They are called permanent magnet. Gadolinium is an example of dash material. Gadolinium is an example of what material?
ഗഡോലിയം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഗഡോലിനിയം. ഇത് ഫെറോ മാഗ്നറ്റിക് ആണ്. യു ക്യാൻ സീ ദാറ്റ് സി അണ്ടർ ഫെറോ മാഗ്നറ്റിസിൽ കാണാം. നോക്കിക്കോളൂ, ഫെറോ മാഗ്നറ്റിസം കാണുന്നുണ്ടോ? അയൺ, കോബാൾട്ട്, നിക്കൽ, ഗഡോലിനിയം, ദീസ് ആർ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. സോ ഗഡോലിനിയം എന്ത് മെറ്റീരിയലാണ്? ഒരു ഫെറോമാഗ്നറ്റിക് ആണ്. ഇറ്റ്സ് എ ഫെറോമാഗ്നറ്റിക്. ഓക്കെ, അപ്പം അത്തരം ഞാൻ പറഞ്ഞാൽ ഈ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ NCERTയുടെ എല്ലാ പോയിന്റുകളും ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. കാരണം ഇതിനാണ് പല ക്വസ്റ്റ്യനും വരുന്നത്, അങ്ങനെയാണ്. ഓക്കെ, now what is this thing? A bar magnet with a magnetic moment 5 ampere meter square is lying at stable equilibrium in external uniform magnetic field of strength 0.4 Tesla. Work done in slowly rotating the bar magnet to the position of unstable equilibrium is equal to. Okay, see, very simple direct question ആണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ ഇങ്ങനെ സ്റ്റേബിൾ ഈക്വലിബ്രിയത്തിൽ ഇരിക്കുന്നു. സ്റ്റേബിൾ ഈക്വലിബ്രിയം എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻറ്റും ഫീൽഡും ഒരേ ഡയറക്ഷനാണ്. ഇത് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്, ഇത് ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷനാണ്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം. സ്റ്റേബിൾ ഈക്വലിബ്രിയം ആണെങ്കിൽ U1 -mb ആണ്. Now you need to rotate the magnetic moment B, let it be same, ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യണം. So this will become the unstable equilibrium condition. U2 +mb ആണ്. Work done means change in the potential energy mb minus mb. This will be equal to 2mb. As per the question, 2 into what is magnetic moment 5 ആണ്, what is B 0.4 ആണ്. This will give you 4 joule of work. The same question can be done using another equation. Work done equal to mb into 1 minus cos theta. Let us substitute m is 5, b is 0.4 into 1 minus theta is the angle through which you are rotating it. അപ്പോൾ നോക്കൂ, റൈറ്റ് സൈഡിലേക്ക് നിന്നതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എത്ര റൊട്ടേഷനാണ് നടക്കുന്നത്? 180 ഡിഗ്രിയാണ്. സോ ഇവിടെ cos 180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos 180 -1 ആണ്. 1 minus -1 2 into 5 10 into 0.4 4 joule ആൻസർ. ഓക്കെ, net magnetic flux through any closed surface. Net magnetic flux through any closed surface is what? ഇത് ഗോസ് തിയറം ഇൻ മാഗ്നറ്റിസം ആണ്. നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ്റഗ്രൽ B.ds ആണ്. ദിസ് വിൽ ബി ഈക്വൽ ടു 0. വാട്ട് ഈസ് ദ റീസൺ? ഓൾ ഫീൽഡ് ലൈൻസ് എൻ്ററിങ് ഷുഡ് റിട്ടേൺ ബിക്കോസ് ദേ ഫോം ക്ലോസ് ലൂപ്സ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ബലൂൺ വെച്ചിട്ട് ഇതിൻ്റെ അടുത്തൊരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മാഗ്നറ്റിൻ്റെ ഫീൽഡ് ലൈൻ ഇങ്ങനെ കയറിയാൽ അത് തിരിച്ച് പുറത്തേക്ക് വരും. So every field line entering the surface will leave, creating no net flux. It will go in and come. Electrostaticsil അങ്ങനെയല്ലല്ലോ. ഒരു ചാർജ് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ it will send lines only outward, നെഗറ്റീവ് ആണെങ്കിൽ send only lines inward. Okay. The vertical plane which passes through the imaginary line joining the magnetic north and the south pole is known as. ഇതെനിക്ക് തോന്നുന്നു പല ക്ലാസ്സിലും കുട്ടികൾക്ക് വിഷ്വലായിട്ട് കിട്ടുന്നില്ല. ഇതെന്താണ്? ഒരു വെർട്ടിക്കൽ പ്ലെയിൻ. ഇതിൻ്റെ പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ. ഇറ്റ്സ് കോൾഡ് മാഗ്നറ്റിക് മെറിഡിയൻ. എ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ നോർത്ത് മാഗ്നറ്റിക് ആൻഡ് സൗത്ത് മാഗ്നറ്റിക്. വെർട്ടിക്കൽ പ്ലെയിൻ, ഒരു വലിയ ചുമര് പോലൊരു സാധനം, അതാണ് മാഗ്നറ്റിക് മെറിഡിയൻ. Which of the following quantities include in the elements of Earth's magnetic field? എർത്തിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന മാഗ്നറ്റിക് എലമെൻറ്റ്സ് വന്ന് ഡിക്ലിനേഷൻ ആണ്, ആംഗിൾ ഓഫ് ഡിപ്പ് ആണ്, ഹൊറിസോണ്ടൽ കമ്പണൻ്റ് ആണ്. therefore your answer must be all of the above. A magnetic needle
with the magnetic moment 6.7 into 10 raised to minus 2 ampere meter square and moment of inertia 7.5 into 10 raised to minus 6 kilogram meter square performs 10 complete oscillation in 6.7 seconds. The magnitude of the magnetic field is. This is the time period of a magnet. Time period of a magnet is given by this equation, T equal to 2 pi root of I divided by mb. I is the moment of inertia, m is the magnetic moment, b is the magnetic field. It completes, time period എങ്ങനെ കണ്ടുപിടിക്കുന്നത്? It completes 10 oscillation in 6.7 seconds. So, time period is nothing but total time by number of oscillations, which is 6.7 divided by 10, which is 0.67. Now, substitute that value, find out the magnetic moment. For that, you need to square this one. ഇതിനെ square ചെയ്യണം. T square equal to 4 pi square into I divided by mb ആണ്. So, B will be equal to 4 pi square into I divided by mt square. Values are complex, you can work out and find out the answer. B equal to 4 pi square, approximate ചെയ്യാം. 4 pi square എന്ന് പറയുന്നത് around 40 ആണ്. 40 into moment of inertia എത്രയാ? 7.5 into 10 raised to minus 6 ആണ്. Divided by magnetic moment എത്രയാണ്? 6.7 into 10 raised to minus 2 ആണ്. T square അത് 0.67 square ആണ്. Hope you are working it out. See, needle in the moment, the magnetic moment, adana m. M is the magnetic moment. B is the magnetic field that we need to calculate. T is the time period which is given as 10 complete oscillation in 6.7 seconds. What is the magnitude of the magnetic field? Okay. കിട്ടിയോ? ആൻസർ കിട്ടിയോ? Okay, work out. Next one, a short bar magnet placed with its axis at 53 degree with an external field 600 Gauss experiences a torque of 0.024 Newton meter. Magnetic moment of the magnet is. മക്കളെ ഏതാ ഇക്വേഷൻ എന്ന് പറയാമോ? വാട്ട് ഈസ് ഇക്വേഷൻ ഹിയർ? short bar magnet placed with axis at 53 degree. So, ഇതാണ് magnetic field എന്ന് വിചാരിക്കും. This is the magnetic field. മാഗ്നറ്റ് വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. എത്ര ഡിഗ്രിയിലാണ്? 53 ഡിഗ്രിയിലാണ്. This is kept 53 degree. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണ്? 600 Gauss ആണ്, which is 600 into 10 to the power minus 4 Tesla. Torque is given as 0.024 Newton meter. What is the equation for torque? Torque is given by mb sin theta. You need to find out the magnetic moment m, which is torque divided by b sin theta. Okay. Now, sin theta you can get from this triangle. What is sin theta? This is 53 degree. Then you are sure that this is 3, this is 5, this is 4.
So sin 53 is nothing but 4 by 5. Substitute the values and calculate. Tau is given by 0.024 divided by magnetic field is 6 into 10 raised to minus 2 into sin theta is what? 4 divided by 5. It's easily divisible. You don't even have to calculate it. ഇല്ലേ, താഴെ ഒരു 6, ഇവിടെ ഒരു 4, 24 will cancel, 10 raised to minus 2 will cancel, and you can get this value 5 on the top. So it should be 0.5. കിട്ടിയോ മക്കളെ? I am waiting for your answers. Numerically അത് ചെയ്തു നോക്കുക. I am waiting for the answers. Okay. ശരി. A magnetic needle is placed in an external magnetic field at an angle theta with the field. Needle is in the most stable position. ഇത് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി പറഞ്ഞതാണ്. I just want the answer from you. മക്കളെ ആൻസർ പറഞ്ഞേ, ഇതിൻ്റെ ആൻസർ പറ. സ്റ്റേബിൾ ഇരിക്കില്ലേ, മോസ്റ്റ് സ്റ്റേബിൾ ആവണമെങ്കിൽ ആംഗിൾ എത്രയായിരിക്കണം? മോസ്റ്റ് സ്റ്റേബിൾ ആംഗിൾ എത്രയായിരിക്കണം? സത്യപ്രിയ റാവു, നിവേദ്, ആൻസർ. മോസ്റ്റ് സ്റ്റേബിൾ ആവണമെങ്കിൽ ആൻസർ എത്രയാണ്? 0 ഡിഗ്രിയാണ്. മോസ്റ്റ് അൺസ്റ്റേബിൾ ആവുന്ന എപ്പോഴാണ്? 180 ഡിഗ്രിയിലാണ്. അടുത്തത് നേരത്തെ ചെയ്ത പോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ഇൻ ദ മാഗ്നറ്റിക് മെറിഡിയൻ of certain place, the horizontal component of Earth's magnetic field is 0.48 Gauss and the dip angle is 53 degree. Magnetic field of Earth at this location is. We said earlier that ഇങ്ങനെയാണ് എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കും. ഈ ആംഗിളിനെയാണ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. സോ ദ ഫീൽഡ് വിൽ ഹാവ് 2 components. One is the horizontal one and the other one is the vertical one. And we also have this equation, B horizontal is nothing but B cos delta, B vertical is nothing but B sin delta. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? horizontal component is given as 0.48 Gauss. Dip angle is given as 53 degree. That means BH, what do you want to calculate? Earth in the magnetic field aanu vendathu. So what is the equation for magnetic field of the Earth? That is given by, in terms of horizontal component, അത് BH divided by cos delta ആണ്. BH തന്നിട്ടുണ്ട് 0.48 ആണ്, divided by cos delta, cos 53. തൊട്ടുമുമ്പ് നമ്മൾ sin 53 പറഞ്ഞതാണ്, sin 53 പറഞ്ഞതാണ്. അപ്പോൾ cos 53 എത്രയാണ്? 3/5 ആണ്. So this will be divided by 3/5. So this is 5/3 into 0.48. I hope you can easily calculate that. അത്രയും ഗോസ് ആണ്, ആൻസർ എല്ലാം ഗോസിലാണ്, നോ കൺവേർഷൻ. So what is answer? Okay. Getting the answer is always important. All right. Next one. A solenoid has a core of magnetic material with a relative permeability 500. Number of turns in the relative permeability എന്ന് പറയുന്നത് μr ആണ്. μr എത്രയാണ്? 500 ആണ്. Number of turns in the solenoid are 1000 per meter. കണ്ടോ, number of turns അല്ല, number of turns per unit length ആണ്, അത് 1000 per meter ആണ്. Current is 5 ampere. Calculate magnetic intensity H. ഈ H എന്താണ്? മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്
ലൈക്ക് നോക്കൂ, നിങ്ങൾ ഒരു അയൺ പീസിനെ മാഗ്നറ്റൈസ് ചെയ്യണം. അയൺ പീസിനെ മാഗ്നറ്റൈസ് ചെയ്യണം. എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇതിനെ മറ്റൊരു വലിയ മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ വലിയ മാഗ്നറ്റാണ് ഇതിന് എക്സ്റ്റേണൽ ഫീൽഡായിട്ട് വർക്ക് ചെയ്യുന്നത്. അതർവൈസ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയൊരു മെത്തേഡ്, യു ക്യാൻ പ്ലേസ് ദിസ് ഇൻസൈഡ് എ സോളിനോയിഡ്. ഇതിന് ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ വെക്കാം. യു പ്ലേസ് ഇറ്റ് ഇൻസൈഡ് എ സോളിനോയിഡ്, then pass a current in the solenoid. So the solenoid will magnetize the material. Clear? And how will the solenoid magnetize the material? Because the solenoid has its own magnetic field given by mu 0 Ni. Now this term Ni, number of turns per unit length and current. If you want to make the magnet a strong field, okay, നമ്മൾ എന്താ ചെയ്യുന്നത്? സോളിനോയിഡിൻ്റെ ഫീൽഡ് കൂട്ടും. സോളിനോയിഡിൻ്റെ ഫീൽഡ് കൂട്ടാൻ രണ്ട് വഴികളാണ്. ഒന്ന് അതിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ കറണ്ട് ഇൻക്രീസ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ Ni എന്നുള്ളത് സോളിനോയിഡിൻ്റെ ഒരു എബിലിറ്റി ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നു. എബിലിറ്റി ഓഫ് ദ സോളിനോയിഡ് ടു മാഗ്നറ്റൈസ് ദ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ N and I. So this Ni is called the magnetizing intensity. It is the ability of the external field to magnetize a material. Ability of the external field to magnetize a material. Ability. Ability of the external field to magnetize a material is called magnetic intensity H, and this H is called N into I. Okay, so N into I. So what is N here? N is 1000, and what is I here? I is 5. That is Ni. Which of the following is not a diamagnetic material? NCERT എടുത്തു വയ്ക്കുക. ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. ഡയാമാഗ്നറ്റിക് എടുക്കുക, എന്നിട്ട് അതിൽ ഏതാണ് ഡയാമാഗ്നറ്റിക് അല്ലാത്തതെന്ന് നോക്കണം. പാരാമാഗ്നറ്റിക്, ആക്ച്വലി പാരാമാഗ്നറ്റിക്കിൻ്റെ അവിടെ വന്നിരുന്നു ഇദ്ദേഹം, ആര്? സോഡിയം. ഓക്കെ. ടെമ്പറേച്ചർ ഓഫ് ട്രാൻസിഷൻ ഫ്രം ഫെറോമാഗ്നറ്റിക് ടു പാരാമാഗ്നറ്റിക് ഈസ് കോൾഡ്. ഫെറോമാഗ്നറ്റിസം പാരാമാഗ്നറ്റിസവും തമ്മിലുള്ള വ്യത്യാസം, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ ഡൊമൈൻസ് ഉണ്ട്, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ നോ ഡൊമൈൻസ്. If you can destroy domains in a ferromagnetic, it will become paramagnetic. To destroy a domain, what we do? We can do one thing, we can heat it. That's why there is a particular temperature above which ferro become para. ആ ട്രാൻസിഷൻ ടെമ്പറേച്ചർ ആണ് ക്യൂറി ടെമ്പറേച്ചർ. NCERT-യിൽ ക്യൂറി ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. Just go through that one. You can see that Curie is low, and there is a table given, Curie temperature for some ferromagnetic material. ഒരു ടേബിൾ തന്നിട്ടുണ്ട്. So if you take cobalt, more than 1394 Kelvin, it will become paramagnetic. For gadolinium, it is a ferromagnetic material, more than 317 Kelvin, it will become paramagnetic. Suitable materials for permanent magnet should have. Okay. See, when you make a permanent magnet, our aim is to make it strong for a long time. So it should not lose its magnetism. It should not lose its magnetism. More than that, once magnetized, it should collect as much magnetism as possible. Ability to retain magnetism is called retentivity. Ability to preserve it is called coercivity.
ability to retain is retentivity. Ability to preserve is called cohesivity. ഇനി ആലോചിച്ച് നോക്കുക, ഒരു പെർമനൻറ്റ് ആൻഡ് സോഫ്റ്റ്വെയർ ഫോർ മേക്കിംഗ് ടെമ്പററി മാഗ്നറ്റ്. Curie temperature for cobalt. I think I don't have to give you the answer. NCERT page flip ചെയ്യുക, get the answer. At a certain place, a freely suspended magnetic needle makes 20 oscillations per minute. At another place, where the magnetic field is 4 times, time period of the same needle will be direct. Time period of the second situation, so T2 by T1 equal to root of B1 divided by B2. This solve ചെയ്താൽ മതി. And it's given that another place where the magnetic field B2 is 4 times B1, that means B1 by B2 equal to 1 by 4, and you are asked to take the root of that one. Root of 1 by 4. And T1 should be calculated because it's given that 20 oscillation per minute ആണ്, ആൻസർ ഒക്കെ സെക്കൻഡിലാണ്. So we have to get T1 first. What is T1? Time for 1 oscillation ആണ്. So 20 oscillation per minute ആണ്. So 60 second ആണ് ടോട്ടൽ ടൈം. അതിൽ എത്ര ഓസിലേഷൻ ആണ് നടക്കുന്നത്? 20 oscillation ആണ്. So this will give you 3 second as 20 oscillations ആണ്. So that means 3 second ആണ് ഒരു ടൈം പീരിയഡ്. And here T2 should be T1 into root of 1 by 4. So you got the answer. So T1 അറിയാം, T2 by T1 relation അറിയാം. So this will give you T2 equal to T1 divided by 2. ബാക്കി നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. ഈ ഫൈനൽ ഓപ്ഷൻ പിക്ക് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വലിയ പ്രശ്നം. കാരണം എക്സാമിന് ഞാൻ ചോദിക്കാറുണ്ട് കുട്ടികളോട്, നിങ്ങൾ ചെയ്തു ആർ യു കോൺഫിഡൻറ്റ് അബൌട്ട് യുവർ ആൻസർ? അപ്പോൾ പലർക്കും കോൺഫിഡൻസ് ഇല്ല. ദേ നീഡ് ടു സീ ദിസ് ആൻസർ. ടീച്ചർ ഷുഡ് ടെൽ എ ആണ് ആൻസർ എന്ന് പറയണം. പക്ഷേ എക്സാമിനേഷൻ ഹാളിൽ ആരത് പറഞ്ഞു തരും? പർപ്പസ്ലി ഐ എം നോട്ട് ടെല്ലിങ് വിച്ച് ദ ഓപ്ഷൻ. യു ഹാവ് ടു പിക്ക് ഇറ്റ് അപ്പ്. എക്സാം ഹാളിൽ കണ്ടില്ലേ മിസ്റ്റേക്സ് വരുത്തുന്നത്? അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഒരു പ്രശ്നം സോൾവ് ആക്കാം. ഓക്കെ. Yeah, yes. Only Safwan is giving me answers. What about others? Safwan, work out, get the right option without asking anyone. മെത്തേഡ് ശരിയാണോ നോക്കുക, കാൽക്കുലേഷൻ ശരിയാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഫൈനൽ ആൻസർ. നെവർ ആസ്ക്, ബിക്കോസ് ഇതൊരു ടെൻഡൻസിയാണ്. ഈ ഒരു ടെൻഡൻസി എക്സാം ഹാളിൽ നെഗറ്റീവാണ്. അവിടെ നിങ്ങൾക്ക് ആരോടും ചോദിക്കാനില്ലല്ലോ. NTA സമ്മതിക്കില്ല. കറക്റ്റ് ഡയമെൻഷണൽ ഫോർമുല ഫോർ ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. മക്കളെ, NCERTയിൽ അടുത്തൊരു ഹൈലൈറ്റ് നിങ്ങൾക്കറിയാമോ? NCERTയിൽ എല്ലാ ചാപ്റ്ററിൻ്റെയും അവസാനം നിങ്ങൾ കാണുന്നൊരു സാധനമുണ്ട്, കണ്ടോ? ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഹാവ് ബീൻ ആസ്ക്ഡ് ഫ്രം ദിസ് പാർട്ട് ഇൻ JEE Mains. ലോട്ട് ഓഫ് ദം. ഇതിൽ ഡയമെൻഷണൽ ഫോർമുല കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാവും. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇത്തരം കാര്യങ്ങളൊക്കെ എക്സാം. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓപ്ഷൻ ഏതാണെന്ന് പിക്ക് ചെയ്യാവൂ? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ആ ടേബിൾ മറിച്ച് നോക്ക്. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എവിടെയാണ്? ML T⁻², A⁻². ഓക്കെ, പറയണ്ടല്ലോ. പെർമിയബിലിറ്റി. Which of the following relation is correct? Symbols have their usual meaning. പഠിക്കേണ്ട രണ്ട് ഇക്വേഷൻ ആണ്. If you are given relative permeability, how to find out susceptibility? Mu r equal to susceptibility plus 1.
mu r എന്ന് പറയുന്നത് 1 plus chi. സസെപ്റ്റബിലിറ്റി എങ്ങനെ വായിക്കുന്നത്? ദിസ് ഇസ് റിട്ടൺ as chi, ജസ്റ്റ് ലൈക്ക് സംതിങ് ലൈക്ക് ദിസ് വൺ, chi സസെപ്റ്റബിലിറ്റി. ഇത് എഴുതുന്നത് കെ വെച്ചിട്ടല്ല, എഴുതുന്നത് CHI എന്നാണ്, പക്ഷേ chi അല്ല, chi ആണ്. mu r equal to 1 plus chi. നൗ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യം പറയട്ടെ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യം പറയാം, നോക്കിക്കോ. സോളിനോയിഡ് വിത്ത് എയർ ഓർ വാക്വം, മാഗ്നറ്റിക് ഫീൽഡ് എഴുതുന്നത് μ0 Ni ആണ്. സോളിനോയിഡ് വിത്ത് മീഡിയം എഴുതുന്നത് എങ്ങനെയാണ്? അത് എഴുതുന്നത് μ0 μr Ni ആണ്. ക്ലിയർ അല്ലേ? ഇതിലെ μ0 എന്ന് പറയുന്നത് 1 plus chi ആണല്ലോ, ഇൻറ്റു Ni ആണ്. ഈ Ni എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് H ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ as μ0 ഇൻറ്റു 1 plus chi ഇൻറ്റു H. സോ ഓപ്ഷൻ 1 കറക്റ്റാണ്, ഓപ്ഷൻ 2ഉം കറക്റ്റാണ്, μ0 μrH. I shouldn't be telling, ഓപ്ഷൻ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. യു ക്യാൻ ഗെസ്. ബോത്ത് 1 and 2 ആണ്. The phenomenon of perfect diamagnetism in superconductor is called. NCERTയിലെ ഡയമagnetic മെറ്റീരിയലിനെ കുറിച്ച് ടോപ്പിക് ഉണ്ട്. അതിൻ്റെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് ഈ മെയ്സ്നർ എഫക്റ്റിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. മെയ്സ്നർ എഫക്റ്റ്. അടുത്ത് നോക്കട്ടെ. A closely wound solenoid of 3000 turns and area of cross section 1.6 carrying a current 5 is suspended through its center. Magnetic moment associated with the solenoid is. Magnetic moment of a solenoid. ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് N into I into note this N, number of turns into current into area of cross section. This is the magnetic moment of a solenoid. Here you can see number of turns N equal to 3000, current is 5, area of cross section is 1.6 into 10 raised to minus 4. So immediate answer ആണ്. See, I will tell you how to get the fast quick way of answer. 16 into 5 എത്രയാണെന്ന് അറിയാമോ? 16 into 5 80 ആണ്. 8 into 3 എത്രയാണ്? 24 ആണ്. So that tells you answer. 24. 2ഉം 4ഉം ഉള്ള ഒരു ഓപ്ഷൻ നോക്കിയാൽ മതി, and you have only one option. All right. Electromagnets are used in. എവിടെയാണ് ഇലക്ട്രോമാഗ്നറ്റ്സ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക് ബൾസിലുണ്ട്, ക്രെയിൻ. ഫോർ പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് സ്മോൾ, കറക്റ്റാണ്. ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ഹാവ് ലാർജ് chi and are characterized by non-linear relation between B and H. See, we know 1 plus chi equal to mu r. സെറ്റ് അല്ലേ? അപ്പം മക്കളെ NCERTയിലേക്ക് പോയിക്കോട്ടെ ഒന്നുകൂടെ. ഇവിടെ relative magnetic permeability is more than 1000 for ferromagnetic material. So naturally susceptibility will also be high. So ferromagnetic inde susceptibility high ആണ്, large value of chi ആണ്. Non-linear relation between B and H. H is the external field trying to magnetize, B is the magnetic field produced inside the material. ഇതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. The graph between magnetic field induced and the external field, and you can see that the graph go like this. NCERT diagram. ഇതാ നോൺ ലീനിയർ ആണ് BH. നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതാ, ഇത് B ആണ്, ഇത് H ആണ്. നോൺ ലീനിയർ റിലേഷൻ ആണ്. സോ ദാറ്റ് ഈസ് അഗെയിൻ എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. Paramagnetic material show the property of hysteresis. Hysteresis is the lagging behind of B and H. ഇത് കാണിക്കുന്നത് പാരാമാഗ്നറ്റിക് അല്ല,
ferromagnetic ആണ്. So this is not correct. It is done by ferromagnetic material. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ പറയട്ടെ. ഹിസ്റ്റെറിസിസ് കാണിക്കുന്ന മെറ്റീരിയലാണ് മാഗ്നറ്റൈസ് ചെയ്യുമ്പോൾ ഹീറ്റിംഗ് ഉണ്ടാക്കുന്നത്. ഹീറ്റാവും, മെറ്റീരിയൽ ഹീറ്റാവും. ഈ ഹീറ്റാണ് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അലൂമിനിയം പറ്റില്ല, കോപ്പർ പറ്റില്ല, സ്റ്റീൽ പറ്റും. ഫെറോമാഗ്നറ്റിക്കിന് മാത്രമാണ് ഹിസ്റ്റെറിസിസ്. ഓക്കെ. A short bar magnet placed with its axis at 30 degree with a uniform external field experiences torque of this much, magnitude of the moment is. I think we have done a similar question earlier, but this is a little more friendly. But anyway, magnetic torque in the equation എഴുതാം. Torque equal to mb sin theta ആണ്. You need to find out the magnetic moment, so that is torque divided by b sin theta. Torque is given as torque is 4.5, sorry, torque is 4.5 into 10 raised to minus 2 by magnetic field is 0.25, sin 30 is 1/2. Fill in the blanks ആണ്, അതുകൊണ്ട് ആൻസർ ചെയ്തേ പറ്റൂ. കിട്ടിയോ മക്കളെ? This will give you 9 into 10 to the power minus 2 divided by 0.25. Dividing by 0.25 is like multiplying by 4. അപ്പോൾ ഇത് 9 into 4 into 10 to the power minus 2 ആണ്. ഓക്കെ, അടുത്തത്. A short bar magnet of magnetic moment 0.32 joule per Tesla is placed in a uniform magnetic field. ഇതെങ്ങനെയാണ് ജൂൾ പെർ ടെസ്ലയൊക്കെ വരുന്നതെന്ന് അറിയാമോ? ഇപ്പം നമ്മളൊരു ഇക്വേഷൻ എഴുതിയില്ലേ, ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ എഴുതിയത്? എം ബി സൈൻ തീറ്റയിൽ എഴുതിയത്. ക്ലിയർ? ഈ ടോർക്കിന് ന്യൂട്ടൺ മീറ്റർ ആണ് ടോർക്ക്. ന്യൂട്ടൺ മീറ്റർ ഈസ് ആൾസോ ഈക്വൽ ടു ജൂൾ. അപ്പോൾ അത് ജൂളിലാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് ബി എന്നാണ്, ടെസ്ലയാണ്. അപ്പം മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ജൂൾ പെർ ടെസ്ല എന്നെഴുതാം. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ജൂൾ പെർ ടെസ്ല. Magnetic field is given as 0.15 Tesla. Bar is free to rotate in the plane of the field. The potential energy of the magnet in stable and unstable equilibrium are U1 and U2. U1 and U2 are. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സ്റ്റേബിൾ ഈക്വിലിബ്രിയം ആണെങ്കിൽ U1 എന്ന് പറയുന്നത് മൈനസ് എം ബി ആണ്. അൺസ്റ്റേബിൾ ആണെങ്കിൽ അത് പ്ലസ് എം ബി ആണ്. U1 എം മൊമെൻറ്റ് 0.32, നോ ഡൗട്ട് എസ് ഐ യൂണിറ്റ് ആണ്, ഇൻ ടു ബിയുടെ വാല്യൂ എത്രയാണ്? 0.15 ആണ്, എസ് ഐ യൂണിറ്റ് ആണ്. അതർ വൺ പ്ലസ് 0.32 ഇൻറ്റു 0.15 ആണ്. ദാറ്റ് ഈസ് റൈറ്റ്. നിവേദിൻ്റെ ആൻസർ കറക്റ്റ് ആണ്. 0.36 ആയിരിക്കും മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു. അത് ഇവിടുത്തെ ഇതനുസരിച്ച് ജൂൾ പെർ ടെസ്ല ആയിരിക്കും. ജൂൾ പെർ ടെസ്ല, ദാറ്റ്സ് റൈറ്റ്. ആൻഡ് ഹിയർ വാട്ട് ഈസ് ആൻസർ? What is answer here? Okay. Next one. A closely wound solenoid of 800. 0.48, വെരി ഗുഡ്. ആദ്യത്തേത് മൈനസ് 0.48 ആണ്, രണ്ടാമത്തേത് പ്ലസ് 0.48 ആണ്. ദാറ്റ്സ് റൈറ്റ്. ഡെൽഫിന, റൈറ്റ്, ഗുഡ്. ആ കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾ ഏറ്റെടുക്കണം.
അതല്ലാതെ രക്ഷയില്ല. അവിടെ ചെന്ന് സ്പീഡ് ഉണ്ടാക്കേണ്ടത് അവിടെയാണ്, തെറ്റാതിരിക്കേണ്ടത് അവിടെയാണ്. ഒന്നാമത് JEE മെയിൻസ് കണ്ടില്ലേ, വാല്യൂസൊക്കെ അങ്ങനത്തെ വാല്യൂസാണ് തരുന്നത്. നീറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, കട്ട് ചെയ്യുന്ന വാല്യൂസ് ഒരുപാടുണ്ടാവും. ഇതങ്ങനെയല്ല. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ അബൌട്ട് ദാറ്റ്. A closely wound solenoid 800 turns area current. What is associated magnetic moment? I am not doing anything. You please do this. Give me the answer. ഇത് ചെയ്യുക, ആൻസർ തരിക. സോറി, ഇവിടെ എഴുതിയത് തെറ്റിയതാണ്. 0.048 ആണ്. യെസ്. 0.32 ഇൻറ്റു പോയിൻ്റ് അല്ലേ, 08, 0.048. നിങ്ങളോട് തെറ്റിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാനാണ് തെറ്റിക്കുന്നത്. 0.32 ഇൻറ്റു 0.15 ആണ്. ഓക്കെ മക്കളെ, ഇത് ചെയ്തോ. ഡൈപോൾ മൊമെൻ്റ് ആണ്. നേരത്തെ പറഞ്ഞു മൊമെൻ്റ് എന്ന് പറയുന്നത് N ഇൻറ്റു I ഇൻറ്റു A ആണ്. N 800, I 3 ഇൻറ്റു ഏരിയ 2.5 ഇൻറ്റു 10⁻⁻⁴ മീറ്റർ സ്ക്വയർ. എല്ലാം SI യൂണിറ്റ് ആണ്. ഈ ആണോ എന്ന് ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ആണോ എന്ന് ചോദിക്കാതെ കറക്റ്റ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എനിക്കൊന്ന് ന്യൂമറിക്കലി അത് ശരിയായിരുന്നു, പക്ഷെ അതിൻ്റെ എക്സ്പോണൻസ് ശരിയായില്ലല്ലോ. 1.6 കിട്ടിയോ? നീവേത് കറക്റ്റാണ്, 0.6 ആണ്. എന്തായിരിക്കണം യൂണിറ്റ്? മാഗ്നറ്റിക് മൊമെൻ്റ് അല്ലേ. മാഗ്നറ്റിക് മൊമെൻറ്റിന് നേരത്തെ നമ്മൾ ജൂൾ പെർ ടെസ്ല എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പക്ഷേ ജൂൾ പെർ ടെസ്ല അല്ലല്ലോ കിട്ടുന്നത്, കറണ്ട് ഇൻറ്റു ആംപിയർ അല്ലേ. അപ്പോൾ എന്താ കിട്ടുന്നത്? ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. ആംപിയർ മീറ്റർ സ്ക്വയർ. ഓൾറൈറ്റ്, അടുത്തത് സർക്കുലർ കോയിൽ of 16 turns and radius 10 centimeter carrying a current of 0.75 ampere rests with its plane normal to an external field of magnitude 5 into 10⁻⁻² Tesla. സർക്കുലർ കോയിൽ, റേഡിയസ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. The coil is free to turn about an axis in its plane perpendicular to the field direction. When the coil is turned slightly and released, it oscillates about its stable equilibrium with the frequency of 2 seconds. 2 second inverse. Moment of inertia of the coil about its axis of rotation ആണ് ചോദിച്ചത്. ഇവിടെ ഒരു സർക്കുലർ കോയിലാണ്. സർക്കുലർ കോയിൽ ഈസ് ലൈക്ക് എ മാഗ്നറ്റ് and the circular coil is rotating in an external magnetic field. സർക്കുലർ കോയിൽ, അപ്പോൾ ഇങ്ങനെ ഒരു കോയിലുണ്ട്. It carries a current with its plane normal to an external field. അതിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എക്സ്റ്റേണൽ ഫീൽഡ് ഉള്ളത്, മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. സർക്കുലർ കോയിലിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എങ്ങോട്ടായിരിക്കണം? ഒരു സർക്കുലർ കോയിലിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് അതിന് പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് തന്നെ ഈ പിക്ചറിൽ മാഗ്നറ്റിക് മൊമെൻറ്റും ഫീൽഡും പാരലലാണ്, സ്റ്റേബിൾ ഈക്വിലിബ്രിയമാണ്. ഇനി ആ കോയിലിനെ സ്ലൈറ്റ്ലി ടേൺ ചെയ്താൽ ദിൽ ബി എൻ ആംഗിൾ ബിറ്റ്വീൻ M and B which will create a torque, and due to this torque this will start oscillating. ഇത് മനസ്സിലായ മക്കളെ?
circular coil. Yeah, that's so correct. 6 into 10 raised to minus 1. That's 0.6. Very good. ഇതിൽ എന്താ എങ്ങനെയാണ് ശരി ഒരുപാട് പോയിന്റുകൾ പഠിക്കാനില്ലേ ഒരു സർക്കുലർ എൻ്റെ കയ്യിൽ സർക്കുലർ കോയിൽ ഇല്ലുകൊണ്ട് കാണിച്ചു തന്നെ സർക്കുലർ കോയിൽ ഇവിടെ ഉള്ളതൊക്കെ കണക്റ്റഡ് വയേഴ്സാണ് ഓ താങ്ക് ഗോഡ് ഐ ഗോട്ട് ഇറ്റ് സർക്കുലർ കോയിൽ ഇതൊരു സർക്കുലർ കോയിലാണ് ഇതിലൊരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൊമെൻ്റ് എങ്ങോട്ടായിരിക്കണം എന്നറിയാമോ ഇതിൻ്റെ മൊമെൻറ്റ് ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ഇങ്ങനെ ഇതാണ് മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇവിടെ പറയുന്നത് നോക്ക് ഇതിൻ്റെ ദ പ്ലെയിൻ നോർമൽ ടു എക്സ്റ്റേണൽ ഫീൽഡ് ഇതിൻ്റെ പ്ലെയിൻ ഇല്ലേ ഈ പ്ലെയിൻ ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുമ്പോൾ ഫീൽഡ് ഇതിന് ഇങ്ങനെ പോകണ്ടേ അപ്പം മൊമെൻറ്റിനും ഫീൽഡിനും ഒരേ ഡിറക്ഷനാണ് അതാണ് ഡയറി തിരിച്ച് മൊമെൻറ്റും ഫീൽഡ് ഒരേ ഡിറക്ഷനാണ് അപ്പോൾ ആംഗിൾ എത്രയാണ് തീറ്റ ഈക്വൽ ടു 0 ടോർക്ക് എത്രയാണ് 0 സ്റ്റേബിൾ ഇക്വിലിബ്രിയമാണ് നൗ ഫ്രം ദെയർ യു സ്ലൈറ്റ്ലി റൊട്ടേറ്റ് ദ കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പം ഇങ്ങനെയാണ് ഫീൽഡിലുള്ളത് കോയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു അപ്പം മൊമെൻ്റ് ഒരു ഡയറക്ഷനിലേക്ക് ഫീൽഡ് വേറെ ഡയറക്ഷൻ ആംഗിൾ ഉണ്ടാവും അതുകൊണ്ടൊരു ടോർക്ക് ഉണ്ടാവും വാട്ട് വിൽ ഹാപ്പൻ ദ ടോർക്ക് വിൽ ട്രൈ ടു റിട്ടേൺ ഇറ്റ് ബാക്ക് ടു ദ ഈക്വിലിബ്രിയം പൊസിഷൻ ബട്ട് ഡ്യൂ ടു ഇറ്റ്സ് ഇനേർഷ്യ ദിസ് വിൽ go to the other side. So the torque will reverse direction. So this will turn backward. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓസിലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതാണ് പോയിന്റ് ക്ലിയർ അല്ലേ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയാണ് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും ടൈം പീരിയഡിൻ്റെ ഇക്വേഷനാണ് ടൈം പീരിയഡ് ഈക്വൽ ടു 2π√of I/mb സ്ക്വയർ ചെയ്യാം ടി സ്ക്വയർ ഈക്വൽ ടു 4π² I/mb ആണ് ഫ്രം ദിസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഇസ് നത്തിങ് ബട്ട് mb t² mb v1 മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ mb t² 4π² ആണ് ഇത് ചെയ്താൽ മതി എം തന്നിട്ടുണ്ടോ മൊമെൻ്റ് തന്നിട്ടില്ല ബട്ട് ടേൺസ് തന്നിട്ടുണ്ട് റേഡിയസ് തന്നിട്ടുണ്ട് കറണ്ട് തന്നിട്ടുണ്ട് കാൽക്കുലേഷൻ ഈസ് ലിറ്റിൽ കോംപ്ലിക്കേറ്റഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബി ഈസ് ഗിവൺ ബിയുടെ വാല്യൂ അറിയാം ബി തന്നിട്ടുണ്ട് മൊമെൻറ്റ് കണ്ടുപിടിക്കണം വാട്ട് ഈസ് എ മൊമെൻറ്റ് ഈക്വൽ ടു n ഇൻറ്റു ഐ ഇൻറ്റു എ നമ്പർ ഓഫ് ടേൺസ് 16 കറണ്ട് 0.75 ഏരിയ πr² ആണ് സോ ദിസ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് മൊമെൻറ്റിൻ്റെ വാല്യൂ 16 ഇൻറ്റു 0.75 ഇൻറ്റു pi into radius 10 centimeter 10 into r equal to 10 into 10 to the power minus 2 meter which is 10 raised to minus 1 meter okay so 10 raised to minus 1 in the square വേണം pi r² minus 2 into that is your m into b എത്രയാണ് 5 into 10 to raised to minus 2 into t². What is t? Frequency is 2 Hertz. So time period എത്രയാണ് 1/2 ആണ് അതിൻ്റെ സ്ക്വയർ 1/4 divided by 4 into pi². So one of this pi cancel. This is a long way to calculate. So long thing to calculate. So I got 93 percentile in physics. Can I score 99 in the next section? Definitely. Why can't? Because like അതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് മോനെ. ഒന്ന് നിൻ്റെ ഫിസിക്സിൻ്റെ ഒരു ലെവൽ ഓഫ് നോളജ് എനിക്കറിയില്ല. അപ്പോൾ 93 പെർസെൻറ്റൈൽ ഉള്ളത് കൊണ്ട് അതിൽ സ്കോർ ഇല്ലാത്തതുകൊണ്ട് ഇതിൽ സ്കോർ ചെയ്യാൻ പാടില്ല എന്നല്ല. യു ക്യാൻ ഡെഫിനറ്റ്ലി സ്കോർ. ഒരു എക്സാം എഴുതി കഴിഞ്ഞില്ലേ, അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എന്താണ് നിൻ്റെ വീക്ക്നെസ് എന്ന് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാത്തതാണെങ്കിൽ നീ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ന്യൂമറിക്കൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം. കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അത് ശരിയാക്കി എടുക്കണം. ബട്ട് യു ഹാവ് ടൈം ഫോർ ദാറ്റ്. എന്തായാലും അതിനുള്ള സമയമുണ്ട്. ആൻഡ് വി വിൽ സപ്പോർട്ട് യു. പിന്നെന്താ പ്രശ്നം? എനി പോയിൻറ്റ് യു ക്യാൻ റേസ് ആൻഡ് വിൽ ബി ഹെൽപ്പിംഗ് യു. NCERT ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ NCERTയിലെ ക്വസ്റ്റൻ. ഇങ്ങനെ ചെയ്ത് ഈ കാൽക്കുലേഷനൊക്കെ ചെയ്ത് സ്പീഡാക്കി എടുക്കുക. ദാറ്റ്സ് എ തിങ് ദറ്റ് യു നീഡ് ടു ഡു. ഓക്കെ. എനിവേ ഞാൻ ഒന്ന് റഷ് ചെയ്തോട്ടെ. ഇറ്റ്സ് ഓൾറെഡി 6:20 ആയില്ലേ. എനിക്കൊരു ക്വസ്റ്റ്യൻ, വെരി ഗുഡ്, ഈ ക്വസ്റ്റ്യൻ എത്തട്ടെ എന്നിട്ട് നിർത്താം. എൻ്റെ ടാബിൻ്റെ ചാർജും തീരാറായിട്ടുണ്ട്. എനിവേ
At a certain location in Africa, a compass points 12 degrees west of the geographic north. The north tip of the magnetic needle of a dip circle placed in the plane of magnetic meridian points 60 degrees above the horizontal. Then, ഇതൊരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആഫ്രിക്കയിലെ ഒരു ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ കോമ്പസ്, നേരത്തെ പറഞ്ഞല്ലോ കോമ്പസ് ഹൊറിസോണ്ടലിൽ റൊട്ടേറ്റ് ചെയ്യുന്ന കോമ്പസ് ജിയോഗ്രഫിക് നോർത്തിൻ്റെ വെസ്റ്റിലേക്ക് 12 ഡിഗ്രി തിരിയുന്നു. അത് ഡിക്ലിനേഷനാണ്. വെസ്റ്റിൻ്റെ അവിടെ നിന്ന് അതായത് ജിയോഗ്രഫിക്കലല്ല കാണിക്കുന്നത്, അവിടെ നിന്ന് 12 ഡിഗ്രി വെസ്റ്റിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ 12 ഡിഗ്രി വെസ്റ്റ് എന്ന് പറയുന്നതാണ് അതിലെ ഡിക്ലിനേഷൻ. അടുത്തത് നോർത്ത് ടിപ്പ് ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ ഓഫ് ദ ഡിപ്പ് സർക്കിൾ. കണ്ടോ, ഈ വാക്ക് എൻ സി ആർ ടിയിലുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് എൻ സി ആർ ടിയിലെ ക്വസ്റ്റ്യൻ ആണ്. എൻ സി ആർ ടിയിലെ എക്സസൈസിൽ മക്കൾ നോക്കണേ, ഈ വാക്ക് നിങ്ങൾക്ക് കാണാം. അറ്റ് എ സർട്ടൻ, കണ്ടോ, ഡിപ്പ് സർക്കിൾ. ഇപ്പം ക്ലിയറായോ? ഡിപ്പ് സർക്കിൾ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഡിഫിക്കൽട്ട് തോന്നുന്നുണ്ട്, അതിന് എന്താ ചെയ്യുക? ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ബേസിക് കൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്തണം. അതിന് കൺസെപ്റ്റ് മാത്രം പഠിക്കാൻ നിനക്ക് 2 മണിക്കൂർ മതി. ബേസിക് കൺസെപ്റ്റ് പഠിക്കാൻ 2 മണിക്കൂർ. പിന്നെ ഒക്കെ ഇക്വേഷൻസ് ആണ്, അത് അതിൻ്റെ പുറകെ വന്നോളും. കൺസെപ്റ്റ് ക്ലാരിറ്റിക്ക് 2 മണിക്കൂർ നല്ല ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് പഠിക്കാം. എനിവേ, ഇത് തീർത്തോട്ടെ. 12 ഡിഗ്രി വെസ്റ്റിലേക്കാണ് ഇത് ഹൊറിസോണ്ടൽ കാണിക്കുന്നത്. ഡിപ്പ് സർക്കിൾ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കറങ്ങുന്ന സാധനമാണ്. അത് പക്ഷേ എവിടെ വെക്കണം എന്നറിയാമോ? അത് മാഗ്നറ്റിക് മെരീഡിയനിൽ വെക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ 12 ഡിഗ്രി വെസ്റ്റിലേക്ക് കാണിച്ചില്ലേ? അപ്പോൾ നിങ്ങളുടെ ഡിപ്പ് സർക്കിൾ ഇങ്ങനെ ഒരു സാധനമാണ്, അതിലൊരു നീഡിലുണ്ട്. സോ ദിസ് ഈസ് യുവർ ഡിപ്പ് സർക്കിൾ. അതെവിടെ വെക്കണം എന്നറിയാമോ? ഇപ്പം നിങ്ങൾക്ക് കാണിച്ച ആ വെസ്റ്റ് നിന്ന് പിന്നെ ജിയോഗ്രഫിക്ക് പിന്നെ നോർത്ത് നിന്ന് വെസ്റ്റിലേക്ക് ഇങ്ങനെ 12 ഡിഗ്രി കാണിച്ചില്ലേ? അവിടെ ഇങ്ങനെ വെക്കണം. അതാണ് മാഗ്നറ്റിക് മെരീഡിയൻ. അവിടെ ഇങ്ങനെ വെക്കുമ്പം ഇതിൻ്റെ നീഡിൽ ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ കളിക്കും. ഇവിടെ പറയുന്നത് അത് 60 ഡിഗ്രി എബോ ഹൊറിസോണ്ടൽ നിൽക്കുന്നില്ല, 60 ഡിഗ്രി ഇങ്ങനെ മുകളിലേക്ക് കാണിക്കുന്നു. അപ്പോൾ നോക്കണേ, നോർത്തിലാണോ ഫീൽഡ്? അല്ല, അവിടെ നിന്ന് വെസ്റ്റിലേക്ക് ഇങ്ങനെ ലൈക്ക് അത് നോർത്താണെങ്കിൽ ഇവിടെ ആയിരിക്കും വെസ്റ്റ്, അത് ഈസ്റ്റ് ആയിരിക്കില്ലേ? അപ്പോൾ നോർത്താണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വെസ്റ്റിലേക്ക്, എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എങ്ങോട്ടാണ്? 60 ഡിഗ്രി മുകളിലേക്ക്. ഇതാണ് എർത്തിൻ്റെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഈ 60 ഡിഗ്രി എന്താണെന്നറിയാമോ? ആ 60 ഡിഗ്രിയാണ് അതിൻ്റെ 60 ഡിഗ്രി അപ്പാണ് ഇതിൻ്റെ ഇൻക്ലിനേഷൻ. ഇനി ഒരു ചോദ്യമുണ്ട്, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണോ സദേൺ ഹെമിസ്ഫിയർ ആണോ എന്ന് എങ്ങനെ അറിയുന്നത്? അപ്പാണെങ്കിൽ അത് സദേൺ ഹെമിസ്ഫിയർ ആണ്, ഡൗൺ ആണെങ്കിൽ അത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ്. ഈ ക്വസ്റ്റ്യൻ മതി, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മതി ഈ എർത്ത് മാഗ്നറ്റിസത്തിൻ്റെ concept clarity വരുത്താൻ. So please work out all these questions. I am signing off. ഈ ഡിസ്കഷൻ കൊണ്ട് യൂസ്ഫുൾ ആവണമെങ്കിൽ എൻ സി ആർ ടി നല്ല തറവ് ആക്കണം. എൻ സി ആർ ടി ആണ് നിങ്ങളുടെ മാസ്റ്റർ. എൻ സി ആർ ടി നന്നായിട്ട് പഠിക്കുക. എൻ സി ആർ ടിയിലെ നുക്ക് ആൻഡ് കോർണർ ഫെമിലിയറൈസ് ചെയ്യണം. ഇനി വീണ്ടും മറ്റ് ടോപ്പിക്കുകൾ കൊണ്ട് കാണാം. ബൈ ബൈ, ടാറ്റ, സി യു.